എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രികാസ് കിച്ചണിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മഴ നിന്ന ഒരു ദിവസം നോക്കി ഒരു ചേട്ടനെ വിളിച്ച് ഞാൻ ടെറസെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയായിരുന്നു. പൂപ്പലെല്ലാം അടിച്ച് കളഞ്ഞ് വൃത്തിയാക്കി എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഓണത്തിന് എന്തെല്ലാം പച്ചക്കറികൾ നമുക്ക് നടാം. ഇപ്പം നട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റുള്ളൂ. അതുമല്ല തിരുവാതിര ഞാറ്റുവലയാണ്. അപ്പോൾ തിരുവാതിര ഞാറ്റുവലയ്ക്ക് നമ്മൾ വെറുതെ ഒരു കമ്പ് പൊടിച്ച് കുത്തി എന്ന് പറഞ്ഞാലും അത് പൊടിച്ച് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതുവരെ ഞങ്ങൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പാണ് ചെയ്യാൻ പോണത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ചേട്ടനെ വെച്ച് എൻ്റെ ടെറസെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു. പൂപ്പിലെല്ലാം അടിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി. ഇനിയിപ്പോൾ പച്ചക്കറികൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളും ഇതുപോലെ നിങ്ങൾ ടെറസിലാണ് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം രണ്ടാം മാസം നിറച്ച് ഗ്രോ ബാഗ് നിറച്ച് കൃഷി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ടെറസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നാൽ പറയണത്, എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഞാനിവിടെ ചെയ്യുന്നത് ഇത്രയും പോകുന്ന പൊക്കത്തിൽ സ്റ്റാൻഡ് വെച്ചിട്ടാണ്. അതിൻ്റെ മുകളിൽ ഞാൻ പച്ചക്കറി തൈകൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഗ്രോ ബാഗ് നിറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ചൂലും ഒരു എണ്ണയും അടിച്ച് വാരിയെടുത്ത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് വൃത്തിയാക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കായ്ഫലങ്ങൾ തന്ന ചെടികളെല്ലാം ഞാൻ തുമ്പ് വെട്ടി വിട്ടിട്ടുണ്ട്. അതിനി നമുക്ക് ചാണകപ്പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഇതിലിട്ട് കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് പൊടിച്ച് വീണ്ടും കായകൾ തരണമാണ്. ഇത് വഴുതിരിങ്ങ തൈയാണ്, ഇത് പച്ചമുളകാണ്. ഇത് ഇത്രയും വെട്ടി വിട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് തൈയും വളങ്ങളെല്ലാം എവിടെ നിന്നാണ് മേടിക്കണമെന്ന്. ഞാൻ കൃഷിഭവനിൽ നിന്നാണ് മേടിക്കണത്. ഇപ്പോൾ എനിക്ക് ഒരു 20 ചട്ടി പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളങ്ങളെല്ലാം മിക്സ് ചെയ്ത് ഒരു 4 ചാക്ക് മണ്ണും കൂടി തന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരു സ്കീമുണ്ടായി, അത് പൂരിപ്പിച്ച് കൊടുത്തപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ 20 ചട്ടിയും വളമെല്ലാം മിക്സ് ചെയ്തിട്ട് 4 ചാക്കും കൂടി തന്നെയായിരുന്നു. അതാണ് ഞാനിതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതിൽ ആ ചട്ടി കിട്ടുന്നതിൻ്റെ മുന്നേ ഒരു സ്കീമുണ്ടായി, അതിൽ ഞാൻ പൂരിപ്പിച്ച് കൊടുത്തിട്ട് കിട്ടിയതാണ് എനിക്ക് ഈ 4 കുറ്റി കുരുമുളകിൻ്റെ തൈ. ഇത് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ട് ഇതേ 2ാം മാസം കിളിർത്തെല്ലാം വന്നിട്ടുണ്ട്, തിരിയിട്ട് തുടങ്ങിയതേ. നിങ്ങളുടെ അവിടെയും പഞ്ചായത്തിൽ ഇങ്ങനതുപോലെ സ്കീം ഉണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വില പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. നിസ്സാര പൈസയേ വരുള്ളൂ. എല്ലാത്തിലും 4 എണ്ണത്തിലും ഇതേ തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തൊക്കെ വളം ഇട്ട് കൊടുക്കണം. വളവും മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരി കിട്ടുന്നതാണ് കുരുമുളക്. ഇതാണ് എൻ്റെ പേരയ്ക്ക മരം. ഇതിന്ന് ഞാൻ പേരയ്ക്ക 3-4 എണ്ണം പറിച്ചായിരുന്നു. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പേരയ്ക്ക പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ തുമ്പെല്ലാം വെട്ടിവിട്ടു, വളമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 2ാം പ്രാവശ്യം പൊടിച്ച് വന്നതാണ്. പേരയ്ക്ക പറിക്കുന്ന വീഡിയോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമാണ്. ഈ പേരയ്ക്ക ഞാൻ കാണിച്ചു തരാം. നല്ല കളറും വന്ന് നല്ല ഇതുമായിട്ടുണ്ട്. വിള കൊടുക്കുന്നു ഒന്ന് കാണിക്കാം. 2 എണ്ണം ഒരുമിച്ചായിട്ടുണ്ട്. ആദ്യം ഞാൻ 2 എണ്ണം ഇതുപോലെ വന്ന് നോക്കിയപ്പോൾ 2ഉം പക്ഷികൾ വന്ന് കൊത്തി തിന്നിരുന്നു. ഇത് നല്ല വലിപ്പമുണ്ട്, ഒരു 1/2 കിലോയെങ്കിലും ഉണ്ടാവും ഈ ഒരു പേരയ്ക്ക. അത് 2 എണ്ണം അതുപോലെ അത് വലുതായിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചെടുക്കാം. ഒരു ചില്ലയിൽ നിന്ന് തന്നെ 3 എണ്ണം വന്നിട്ടുണ്ട്. പൊട്ടിച്ചെടുക്കാൻ പ്രയാസവും, എന്നാലും നമുക്ക് നോക്കാം. ഇത് നല്ലോണം പഴുത്തിട്ടുണ്ടേ. കണ്ടില്ലേ, നല്ലോണം ഒരു 1/2 കിലോളം ഉണ്ടാവും. നല്ല വലിയ പേരയ്ക്കാണ്, നല്ല മണവും കിട്ടും അതിൻ്റെ. അപ്പം നമ്മുടെ അവിടെ ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഒരെണ്ണം കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് പൊട്ടിക്കാം. പറിച്ചതിൻ്റെ അത്ര വലുതല്ല, അത്ര കളറും വന്നിട്ടില്ല. എന്നാലും ഇത് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് കൊത്തിപ്പോവും. എന്തായാലും പറിക്കുന്നതാണ് ഭയങ്കര പാമ്പ്. ആദ്യമായിട്ട് ഇതുപോലെ 2 എണ്ണം വെച്ച് 2ഉം ഞങ്ങൾക്ക് കിട്ടിയില്ല. 2ഉം കിളികൾ വന്ന് കൊത്തി തിന്നായിരുന്നു. അപ്പോൾ ഇത് പറിക്കാമെന്ന്. ഇത് ഭയങ്കര പാടാണ് കേട്ടോ പറിക്കുക. അതിൻ്റെ അത്ര കളറില്ല, എന്നാലും നമുക്ക് പറിച്ചെടുക്കാം. ഒരുവിധം പഴുത്തിട്ടുണ്ട്. അതിലേലും ഇത്തിരി ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് പൊട്ടിച്ചപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ഇതായിരുന്നു 2 പേരയ്ക്ക. നമുക്കൊന്ന് കയറിട്ട് കെട്ടിക്കൊടുക്കാം. ഇത്
ഇതാണ് എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിച്ച പേരയ്ക്ക. കണ്ടില്ല, എൻ്റെ കൈയിൻ്റെ അത്ര തന്നെ നല്ല വലിപ്പമുണ്ട്. എനിക്ക് സ്ഥലവുമില്ല, ഞാനിത് ടെറസിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളും സ്ഥലമില്ലാത്ത ആൾക്കാർ ടെറസിൻ്റെ മുകളിൽ 1-2 ഫ്രൂട്ട്സ് വെക്കുക. നമ്മൾ കായ്കൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, വിഷമില്ലാത്ത സാധനങ്ങൾ മക്കൾക്ക് കൊടുക്കുക. എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എൻ്റെ ചാനൽ കയറി എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി.